ഐഡിയാസ് നമ്മളിന്ന് പറയുന്നത് ഒരു സ്കോളർഷിപ്പിൻ്റെ വീഡിയോ ആട്ടോ. വളരെ നല്ലൊരു സ്കോളർഷിപ്പാണിത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രഗതി സ്കോളർഷിപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് AICT കൊടുക്കുന്ന സ്കോളർഷിപ്പാണ്. ഇത് 2024 ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒക്ടോബർ 31 വരെ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, AICT അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കണം. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ ഡിപ്ലോമ പഠിക്കുന്നവർക്കും, അതായത് ടെക്നിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ പഠിക്കുന്നവരാണെങ്കിലും BTech പഠിക്കുന്നവരൊക്കെ ആണെങ്കിലും കൊടുക്കാം. ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ AICT അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരിക്കണം. കാരണം ഇത് AICT കൊടുക്കുന്ന സ്കോളർഷിപ്പാണല്ലോ. പിന്നെ നമ്മൾക്ക് 50,000 രൂപ വെച്ചിട്ട് ഇയർലി കിട്ടും. മറ്റൊരു മെയിനായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുമെന്നുള്ളതാണ്. ആ ഒരു വിമൻ എംപവർമെൻറ്റിനൊക്കെ വേണ്ടിയിട്ടും അവിടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്കോളർഷിപ്പ് ആയതുകൊണ്ട് പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുള്ളൂ കേട്ടോ. ഒരു വീട്ടിൽ 2 കുട്ടികൾക്ക് വരെ ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടും. 2 പെൺകുട്ടികളുണ്ടെങ്കിൽ ആ 2 പെൺകുട്ടികൾക്കും ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റും കേട്ടോ. കിട്ടുന്നത് നമ്മുടെ എലിജിബിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് 2 പേർക്ക് കൊടുക്കാമെന്നുള്ളതാണ് കേട്ടോ. പിന്നെ വേറെ ഏതെങ്കിലും ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ സ്കോളർഷിപ്പുകൾ വാങ്ങുന്നവരാണെങ്കിൽ ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 50,000 രൂപയാണ് നമുക്ക് ഇയർലി ഈ ഒരു എമൗണ്ട് കിട്ടുന്നത്. ഇനി നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ലെറ്റ് എഴുതി സെക്കൻഡ് ഇയറിൽ അഡ്മിഷൻ എടുത്തേക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ വെബ്സൈറ്റ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ അല്ലെങ്കിൽ nsp.gov.in എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ പ്രഗതി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പ്രഗതി സ്കോളർഷിപ്പിൻ്റെ വെബ്സൈറ്റ് നോക്കിയാലും മതി. പ്രഗതി.gov.in അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ. അപ്പോൾ കറക്റ്റ് ആ ലിങ്ക് തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടും. ഓക്കെ, ഇതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് എന്താണ്? ഫീമെയിൽ ആയിരിക്കണം അല്ലെങ്കിൽ പെൺകുട്ടികളായിരിക്കണം ഇതിന് കൊടുക്കുന്നത്. 2 AICT അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരിക്കണം. ഇനി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികളായിരിക്കണം. അല്ലെങ്കിൽ ലെറ്റ് ആണെങ്കിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു ഇത് കൊടുക്കാം. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർ സീഡ് അലോട്ട്മെൻറ്റ് നടത്തി. ഇപ്പോൾ പോളിടെക്നിക് ആണെങ്കിൽ പോളിടെക്നിക്കിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടല്ലോ ഗവൺമെൻറ് നടത്തുന്ന, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ലെഡ് ആയിട്ടുള്ള കമ്മീഷൻസ് നടത്തുന്ന ആ അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ എടുത്തവരായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റ്, ഇപ്പോൾ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അല്ലെങ്കിൽ IHRD കീഴിലുള്ള കോളേജുകളൊക്കെ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട്. അതിൽ എടുത്തേക്കുന്നവർക്കും കൊടുക്കാം. പക്ഷേ എന്ന് വെച്ചാൽ കാരണം അത് അലോട്ട്മെൻറ്റ് വഴിയാണല്ലോ എടുത്തേക്കണത്. അപ്പോൾ അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾ എടുത്തേക്കണവരായിരിക്കണം. നേരിട്ട് കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തവർക്ക് ഈ സ്കോളർഷിപ്പിന് കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ ഇതിൽ ചോദിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള കുട്ടികളായിരിക്കണം എന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ 2 കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് വരെ ഇതിന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, എലിജിബിൾ ആണ്. പിന്നെ നിങ്ങളുടെ ഫാമിലി ഇൻകം, ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 8 ലക്ഷം രൂപ വരെ ആവാമെന്നുള്ളൊരു കാരണമുണ്ട്. കാരണം നമുക്ക് സാധാരണ സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ 1.5 ലക്ഷം 2.5 ലക്ഷം ഒക്കെയാണ്. ഇന്നത്തെ കാലത്ത് അത്രയൊരു ഇത് വളരെ കുറച്ച് പേർക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ അത്ര പേരെ എലിജിബിൾ ആവുള്ളൂ. പക്ഷേ ഇത് 8 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് തന്നെയാണ്. പക്ഷേ മാക്സിമം എമൗണ്ട് നിങ്ങൾ ഈ പറയുന്ന ഇൻകം സർട്ടിഫിക്കറ്റൊക്കെ കുറച്ച് വാങ്ങാനായിട്ട് ഉള്ള ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ തന്നെ കൊടുക്കുക കേട്ടോ. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിവാഹിതരാണ് എങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ ഇൻലോസിൻ്റെയോ ആ ഒരു ആനുവൽ ഇൻകം നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ 10th മാർക്ക് ഷീറ്റ്, 12th മാർക്ക് ഷീറ്റ്, ആധാർ കാർഡ്, പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചർ, ആനുവൽ ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് ഇൻകം സർട്ടിഫിക്കറ്റ്. അത് ഇവിടെ തഹസീൽദാറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് ചോദിക്കുന്നത് കേട്ടോ. ഓർ എപ്പോൾ തഹസീൽദാറിൽ നിന്നോ, നമ്മൾ സാധാരണ വില്ലേജ് ഓഫീസിൽ നിന്ന് ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ, അതുപോരാ തഹസീൽദാറിൽ നിന്നുള്ള അല്ലെങ്കിൽ അതിന് ഉയർന്ന റാങ്കിലുള്ള ആളുകളിൽ നിന്നുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിഷൻ, നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അഡ്മിഷൻ ലെറ്റർ ഇഷ്യൂഡ് ബൈ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ അതോറിറ്റി ടു ഫസ്റ്റ് ഇയർ ഡിഗ്രി ഓർ ഡിപ്ലോമ പ്രോഗ്രാം ഫോർ കറൻറ്റ് അക്കാദമിക് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അലോട്ട്മെൻറ്റ് ഇതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കോപ്പി നിങ്ങൾ കയ്യിൽ വെച്ചേക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. അലോട്ട്മെൻറ്റ് മെമ്മോ വേണ്ട ഒരു സ്കോളർഷിപ്പാണ്. അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് പേ ചെയ്തതിൻ്റെ ഇതും നിങ്ങൾ എടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവിടെ കൊടുക്കണം കേട്ടോ. നിങ്ങൾ എത്ര എമൗണ്ട് എൻട്രൻസ് കമ്മീഷർക്ക് അടച്ചതോ
കൂടാതെ നിങ്ങൾ കോളേജിൽ അടച്ചപ്പോൾ ഉള്ള ഒരു ഫീസ് റെസിപ്റ്റ് തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു റെസിപ്റ്റിൻ്റെ കോപ്പി നിങ്ങൾ PDF ആയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യണം. പിന്നെ ആധാർ സീഡഡ് ബാങ്ക് പാസ്പോർട്ട് ഷോയിങ് നിങ്ങളുടെ പേരിലുള്ള പാസ്ബുക്ക്, മനസ്സിലായോ? FC കോഡൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ആയാലും മതി. അത് കറക്റ്റായിട്ട് അത് ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ പാസ്ബുക്കേ ഈ പറയുന്ന പോലെ മാനേജർ സൈൻ ചെയ്തിട്ടുണ്ടാവില്ല, അവരുടെ സീൽ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഇതൊക്കെ എടുത്ത് പറയുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാവണം, അതുപോലെ തന്നെ ഡ്യൂലി സൈൻ ബൈ ദ മാനേജർ വിത്ത് റബ്ബർ സ്റ്റാമ്പ് ഓഫ് ബാങ്ക് അഫിക്സഡ് ഓൺ ഇറ്റ് എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പാസ്ബുക്കാണ്, അതൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ HOD എന്നുള്ള നിങ്ങളവിടെ പഠിക്കുന്നതെന്നുള്ള ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് അവിടെ ചോദിക്കും, അത് കൊടുക്കുക. അത് നിങ്ങളുടെ ഓഫീസിൽ പോയി ചോദിച്ചാൽ മതി. ചിലവർ റിക്വസ്റ്റ് എഴുതി കൊടുക്കാൻ പറയും, അപ്പോൾ അവിടെ നിന്ന് തരും. അത് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി കേട്ടോ. മേ ബി ഇതിൻ്റെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ഫോമാറ്റ് ഉണ്ടാവും. ആ ഫോമാറ്റിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് കോളേജിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ഈ SC ST OBC കാറ്റഗറിക്ക് കുറച്ച് റിസർവേഷൻ ഉണ്ട്, ഈ ഇത്രയും കുട്ടികൾക്ക് കൊടുക്കാമെന്നുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ SC ST ആണോ OEC ആണോ OBC ആണോ ഏതാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, നമ്മൾ എന്താ പറയുന്നത് അതിനെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റോ ഏതാണോ അതവിടെ വേണം. പിന്നെ ഡ്യൂലി സൈൻഡ് ഡിക്ലറേഷൻ ബൈ പാരൻസ് ആസ് പെർ ദ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ്, അതിൻ്റെ ഫോമാറ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൽ സൈൻ ചെയ്ത് ആ കാര്യങ്ങളും നിങ്ങൾക്ക് കൊടുക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ എമൗണ്ട് വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സാങ്ഷനായി കിട്ടിക്കഴിയുമ്പോൾ വേറെ എമൗണ്ട് ഏതെങ്കിലും കിട്ടി, അപ്പോൾ നമുക്കിത് വേണ്ട, നമ്മളെല്ലാം കൂടി വാങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ആ പറയുന്നത്. ഇനി എമൗണ്ട് നമ്മൾ പറഞ്ഞു 50,000 രൂപയാണ് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ആകെ 5,000 സ്കോളർഷിപ്പാണ് കൊടുക്കുന്നത്. നമുക്ക് ഇയർലി നമുക്ക് 50,000 രൂപ വെച്ചിട്ട് കിട്ടും. നമ്മൾ എല്ലാ വർഷവും ഇത് പുതുക്കി കൊടുക്കണം കേട്ടോ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എപ്പോഴും ഞാൻ പറയണ പോലെ ബാക്ക്ലോഗ്സ് അല്ലെങ്കിൽ സപ്ലി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതുണ്ടായാൽ നമ്മുടെ ഇതവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. പിന്നെ ഈ ഒരു സെലക്റ്റഡ് സ്റ്റുഡൻസ് റിസീവ് 5,000 പെർ ആനം ഫോർ എവരി ഇയർ ഓഫ് സ്റ്റഡി, എ ലംപ് സം എമൗണ്ട് ടുവേർഡ്സ് പേയ്മെൻറ്റ് ഓഫ് കോളേജ് ഫീ, പർച്ചേസ് ഓഫ് ബുക്സ്, പർച്ചേസ് ഓഫ് എക്യുപ്മെൻറ്റ്, പർച്ചേസ് ഓഫ് ലാപ്ടോപ്പ് ആൻഡ് സോഫ്റ്റ്വെയർ ആൻഡ് പർച്ചേസ് ഓഫ് ഡെസ്ക്ടോപ്പ്, ഇങ്ങനെ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫീസിൻ്റെ കൂടെ അത് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, നിങ്ങൾ വാങ്ങിച്ച കാര്യങ്ങളൊക്കെ. പിന്നെ ഡേറ്റ് മനസ്സിലായല്ലോ, ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 31 ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ AICTയുടെ സ്കോളർഷിപ്പാണ്. നമ്മൾക്ക് NSP പോർട്ടലിൽ, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ന്യൂ രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം. അതല്ല ആദ്യമായിട്ടാണ് നിങ്ങളിങ്ങനെ ഈ NSP വഴി അപ്ലൈ ചെയ്യണമെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലുള്ള കാര്യങ്ങൾ ഇൻസ്ട്രക്ഷനൊക്കെ ആ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാവും, അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ SC ST അങ്ങനെയുള്ള അവർക്കൊക്കെ റിസർവേഷൻ ഉണ്ടെന്ന്. അപ്പോൾ SC ആണെങ്കിൽ 7.5%, ST ആണെങ്കിലും അതുപോലെ തന്നെ OBCക്ക് 27% ഒക്കെ ഉണ്ട്, റിസർവേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ളവർ ആ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സ്കോളർഷിപ്പുകൾക്ക് ഇങ്ങനെ കാറ്റഗറിയിലുള്ളവർക്ക് റിസർവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം പെൺകുട്ടികൾക്ക് മാത്രമാണ്, ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് എന്നുള്ളതാണ്. പിന്നെ പാസ്പോർട്ട് സൈസ് 200 KB കൂടാനായിട്ട് പാടില്ല, സിഗ്നേച്ചർ 50 KB കൂടാൻ പാടില്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതേ. അതുപോലെ തന്നെ സ്റ്റുഡൻസ് അഡ്മിറ്റഡ് ത്രൂ ദ മാനേജ്മെൻറ്റ് കോട്ട ആർ നോട്ട് എലിജിബിൾ ഫോർ അപ്ലൈ ഫോർ AICT പ്രഗതി സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് IHRDയുടെ കോളേജിലൊക്കെ നമ്മൾ അലോട്ട്മെൻറ്റ് വഴി മാനേജ്മെൻറ്റ് സീറ്റ് എടുത്തേക്കുന്നവർക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അല്ലാതെ നമ്മൾ കോളേജിൽ നേരിട്ട് പോയി എടുത്തവർക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് നാഷണലൈസ്ഡ് ബാങ്കിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇവിടെ അത് മെൻഷൻ ചെയ്തിട്ടില്ല, പണ്ടൊക്കെ അങ്ങനെ പറയായിരുന്നു നിങ്ങൾക്ക് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവണം എന്നുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ഉണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. IOB അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ നാഷണലൈസ്ഡ് ബാങ്കുകളാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ക്വയറീസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇവിടെ മെയിൽ തന്നിട്ടുണ്ട്.
പ്രകൃതി സാക്ഷ്യം. ഓക്കെ, സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടൊരു സ്കോളർഷിപ്പും കൂടിയുണ്ട് കേട്ടോ. അത് ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ ഒരെണ്ണേ വാങ്ങാൻ പാടുള്ളൂ കേട്ടോ. വേറെ ഒരെണ്ണത്തിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷ്യം സ്കോളർഷിപ്പ് എന്നടിച്ച് കൊടുത്താലും അങ്ങനെ ഒരു സ്കോളർഷിപ്പുകളുണ്ട്. പക്ഷേ അത് ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ് AICTE കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കൂടുതൽ കാര്യങ്ങൾ. ഇതിൽ MCQs വെറുതെ കൊടുക്കണേണ്. ഹൗ മച്ച് സ്കോളർഷിപ്പ് പ്രൊവൈഡ് എന്നുള്ളതാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് NSPയുടെ പോർട്ടലിൽ കയറിയാൽ ലിങ്ക് ഉണ്ട്. കൂടുതൽ അറിയണം, നിങ്ങൾ അക്ഷയ വഴിയൊക്കെ അപേക്ഷിക്കുകയാണെങ്കിൽ ഫോണിൽ അപേക്ഷിക്കരുത്, ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ വഴി അപേക്ഷിക്കുക. അക്ഷയയിലൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, അവർ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു തരും. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ, എല്ലാ കാര്യങ്ങളും കൊണ്ടല്ല കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്.